എന്തിനാ വാശി പിടിക്കണേ? പോവാ. അതെ, അവൻ ചോറുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. നിന്നെ കൊണ്ടുപോകാൻ ചോറ് തിന്നാണെങ്കേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ചോറ് പകുതിയാക്കിട്ട് വന്നിട്ട് ചോദിക്കുക എന്നോട് കൊണ്ടുപോകാൻ പറയണു. അയ്യേ, നാണക്കേട്. എല്ലാവരും കണ്ടിട്ട് അതിന്റെ കൂട്ടുകാരൊക്കെ കണ്ടു. നിന്റെ കൂറുമ്പ പോണാ പോണാ എന്താ പോവാ. അന്നൊക്കെ തിന്നണേ തരാം. ചോറ് പകുതിയല്ലേ കഴിച്ചുള്ളൂ. ആ പുള്ളി തിന്ന് പോവാ. അന്ന കൊണ്ടുപോവാ. അല്ലാണ്ട് അവൻ വെറുതെ കുറുമ്പുമായിട്ട് അവന് കൊണ്ടുപോകാൻ വേണ്ടി, കറങ്ങാൻ വേണ്ടി. വേഗം അതൊക്കെ തിന്നാണെങ്കിൽ കൊണ്ടുപോവാം. പോണാ പോണാ കണ്ടാ. പോണോന്ന് വെച്ചപ്പോൾ ചെവി ഇങ്ങനെ മറച്ചു നോക്കുക. പോണാ എടിക്കാ. ഒരു കറക്കം കഴിഞ്ഞല്ലേ, ഇതിന് നേരത്തെ കൊണ്ടുപോയിട്ടില്ല. അവനെ കൊണ്ടുപോകാനാണ് പറഞ്ഞത്. കൊണ്ടുപോകാൻ കുഴപ്പമില്ല, പക്ഷെ നീ ചോറ് തിന്നാ അവക്ക് തിന്നെ കൊണ്ടുപോവാ. കാലത്ത് 2 ബീഫിൻ്റെ കഷ്ണം ഇട്ടെടുത്തു. അതിനെ ബീഫ് അവൻ പറക്കി തിന്നു, ചോറ് അവിടെ വെച്ചിട്ടു. ഇപ്പോൾ വന്നപ്പോൾ അവന് കോഴിമുട്ടതേ വറുത്ത് കൊടുത്തു. അതിൽ കോഴിമുട്ട പറക്കി തിന്നു. അത് പെരട്ടിട്ട് വന്നപ്പോൾ അതിന് തിരിഞ്ഞു തിന്നു. അവൻ അന്ന് ചോറ് ഇങ്ങനെ കൊണ്ടുപോവാ. പോവാ പോവാ പോവാന്ന് പറഞ്ഞപ്പോൾ ചെവി മറിക്കണേ. പോണെങ്കിൽ കൊണ്ടുപോകാം, ഒന്നും കൂടി കൊണ്ടുപോകാം. പക്ഷേ അത് തിന്നു ഒക്കെ തിന്നില്ലേ വേണ്ട. അല്ലേ ബീഫിൻ്റെ ഇത് കൈ മണത്തേക്കില്ലേ, ബീഫിലേക്ക് അതൊക്കെ ഇഷ്ടമാണ്. ബീഫുണ്ടോ പോവാ. എവിടേക്കാ അത് കണ്ട. അതിന് വേസ്റ്റുണ്ട്, എന്നാലും ചെയ്തില്ല. എന്താ ചോറിനകത്ത് കാലത്ത് ഒരാളെ പുട്ട് കഴിച്ചു. അതാണ് മതി, ഗോതമ്പിൻ്റെ പുട്ട് കഴിച്ചിട്ടുണ്ടായി. പോണാ എവിടേക്കാ പോളത് പോളാ. അതിന് കളിയാക്കിലേ ദേഷ്യം പറയണ്ട. പോവാ പോണാ എടിക്കാ. എടാ പോവാ പോവാന്ന് പറഞ്ഞിട്ട് എടിക്കാ. നിന്നെ കൂട്ടാക്കിയാ ചോറിനാൻ പറഞ്ഞിട്ട്. ചോറ് വേഗം ഉണ്ടും മിടുക്കനായിട്ട് കൊണ്ട് കഴിക്കണമെങ്കിൽ കൊണ്ടുപോവാം. ചോറിന് ഒന്നും കൊണ്ടുപോവാം. പോവാ പോവാ വാ. അതെ, ഭയങ്കര കുറുമ്പ് കൂടിപ്പോത്തി. ഇത്തിരി കുറുമ്പ് കൂടില്ല. അപ്പോൾ പോവാ പോവാ അല്ല പോവാന്ന് പറയുമ്പോൾ അപ്പം ചെവി ഇങ്ങനെ പോകും. പോവാ. കൊണ്ടുപോകണമെങ്കിൽ പറ, അതൊക്കെ തിന്നെ. മിടുക്കൻ കുട്ടി.